പാടി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റീമ. പുഷ്പ ചേച്ചിക്കും ഭാഗ്യ ചേച്ചിക്കും വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് ഇപ്പം അവതരിപ്പിക്കാൻ വന്നത് ഞാനാണ്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കട്ട തൈരാണ്. അപ്പോൾ ഇത് വേനൽക്കാലം ആയതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇത് നല്ലതാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും മറ്റേ മോരും അതിനേക്കാളൊക്കെ എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇത്. അപ്പോൾ ഇതൊരിക്കൽ നമ്മുടെ ചാനലിൽ വന്നതാണ്, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 5 ലിറ്റർ പാലാണ്. അതിന് ഉറയൊഴിക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ തൈരാണ്. അത് സാധാരണ തൈരാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഒറിജിനൽ പശുവും പാലാണ്. നിങ്ങൾക്ക് ഏത് പാല് വേണമെങ്കിലും എടുക്കാം, പാക്കറ്റ് പാലും എടുക്കാം, സൈക്കിൾ പാലും എടുക്കാം. നിങ്ങൾക്ക് ഏത് പാല് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമുക്കിവിടെ ഗ്യാസ് കത്തിക്കാം. പാല് തിളപ്പിക്കുമ്പോൾ എപ്പോഴും അടി കട്ടിയുള്ള പാത്രം നോക്കി ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾക്കിതിന് ഇളക്കി കൊടുക്കാം, കൈ വിടാതെ ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായി കുറുകി വന്നിട്ടുണ്ട്. കട്ടത്തൈര് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ പാൽപ്പാട കെട്ടാൻ പാടില്ല. സാധാരണ തൈരിനാന്ന് പറഞ്ഞാൽ പാൽപ്പാട കെട്ടിയാൽ നമുക്കത് നെയ്യായിട്ട് യൂസ് ചെയ്യാം. പാൽപ്പാട ഉപയോഗിച്ച് നമുക്ക് നെയ്യായിട്ട് യൂസ് ചെയ്യാം. ഇതിന് നമുക്ക് പാൽപ്പാട കെട്ടാതെ വേണം ഇളക്കി കൊണ്ടിരിക്കണം. ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരുപാട് തിളച്ച് വരണ്ട, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. അടച്ച് വെക്കാൻ പാടില്ല, ഇത് തുറന്ന് തന്നെ നമുക്ക് വെക്കാം. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് കൈയിട്ട് കഴിഞ്ഞാൽ പൊള്ളാത്ത വിധത്തിലായിരിക്കണം ചൂട്. ഇതിൻ്റെ ചൂട് കറക്റ്റായിട്ടുള്ളത്. നമുക്ക് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. നമ്മൾ തൈര് ഒഴിച്ച് വയ്ക്കുമ്പോൾ ഒന്നിലെ ഗ്ലാസ് പാത്രത്തിൽ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് പാത്രം യൂസ് ചെയ്യരുത്. ഇനി നമ്മൾ എടുത്തു വെച്ച 1 ലിറ്റർ തൈര് നമുക്ക് പതുക്കെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് പാത്രം ഇളക്കാതെ നമുക്ക് 12 മണിക്കൂർ മാറ്റി വയ്ക്കാം. 12 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് നോക്കാം. ഏകദേശം നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് 10-12 മണിക്കൂറായി. നമുക്കിതൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ നമ്മുടെ തൈരെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നിങ്ങൾ വേനൽക്കാലമാണ്, അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വേണമെങ്കിൽ ഷുഗറൊന്നും ഇല്ലാത്തവർ ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്. പാടി കിച്ചൻ്റെ ബായ്.